വസന്തി. മൂന്നാ. യെസ്. ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടണ്ട. ഇന്നല്ല കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാല്ലോ വായി നോക്കി നടക്കുന്നത്. അല്ല, പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലേ പ്രശ്നങ്ങൾ? ഇത് കുഴഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്ന് വരുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ഡെസ്പാച്ച് ഫയൽ സേഫ് വെച്ച് പൂട്ടാൻ. ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്തു മതി. ഞാൻ ആ കുട്ടിയെ നോക്കിയാണ്. ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്? മതി 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 മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ. ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. അല്ല, മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്. സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയണം. അവക്കൊരു കുട്ടിയുണ്ട്. അതിനെയും കൂടെ ചിക്കു, എന്താ ഇത്? ചിക്കു, എന്താ നീ കാട്ടുന്നത്? നിക്കവിടെ. അനു, എന്താ ഇതൊക്കെ? ദിസ് ഈസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നെ ഒന്ന് വിചാരിച്ച്. യു നോ, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. നോ നോ, ഐ കാന്റ് ടോളറേറ്റ് ദിസ്. What nonsense is? ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറമണിൽ പറഞ്ഞോ. ഇപ്പൊ തന്നെ രൂപ 10,400. ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ. കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോക്കോളാം. ഓ ഈയടാ, മൂഞ്ചിയ 10 മുനിസിപ്പാലിറ്റി. കാക്കയ്ക്കും തൻമൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്കെന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ ഒരു കൈ നോക്കിക്കളയല്ലേ. ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടി അവധി 3ന്റെ അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ അത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, പ്രകാശ, പ്രകാശ,
നിനക്ക് താല്പര്യമുള്ള വിട്ടുകളാ, നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ വേണ്ട. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. Then proceed, man. ഭഗവാൻ തെരി മായ. ചിക്കുമോളെ എന്തായി കാട്ടുന്നേ? ശ്ശോ. എന്താ മുത്തശ്ശ, മുത്തശ്ശനിപ്പോ എന്താ വേണ്ടേ? ശ്ശോ, ഈ കണ്ണടയും പൊട്ടിച്ചോ? ഓ ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോളെ പണിയാ കുമ്പാളി. ആ ബെപ്പാനെടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റയേറാ, അറിയോ? മുത്തശ്ശൻ ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ ആഹാ, ചേച്ചിയോ വരൂ. എന്നതാ മോളെ ഒരു ബഹളം? മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട. മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുവോ? ആരാ മോളെ അത്? കറിയാച്ചനും സാറാ ചേച്ചിയുമാ. ഹാ, പിന്നെ എടുത്തു വെച്ചോ. ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേട് വരില്ലേ? ഓ ഇനി എന്തോ കേട് വരാൻ. നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാകും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിന്നറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോഴാലോചിക്കുമ്പോ എനിക്ക് ആ അനു, ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിൽ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നോ നാളെ ഇങ്ങ് എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി. ഞാൻ ആകെ കഷ്ടപ്പെടുക. ഓഫീസിൽ പോലും പോവാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. കുട്ടിയുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ. ഓ അതെനിക്കറിയോ. ഓ